ഹിമാചൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത 6 എം.എൽ.എമാരെ സ്പീക്കർ അയോഗ്യരാക്കി. നിയമസഭാ സ്പീക്കർ കുൽദീപ് സിംഗ് പതാനിയാണ് അയോഗ്യരാക്കിയത്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണ് തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് രാജ്യത്ത് ഞെട്ടിച്ചുകൊണ്ട്, രാഷ്ട്രീയ വൃത്തങ്ങളെ ആകെ ഞെട്ടിച്ചുകൊണ്ട് വലിയ അട്ടിമറി ഹിമാചൽ പ്രദേശിൽ നടന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത, ക്രോസ് വോട്ടിംഗ് ചെയ്ത കോൺഗ്രസിൻ്റെ എം.എൽ.എമാർ വലിയ തരത്തിലുള്ള ഒരു ഞെട്ടലാണ് കോൺഗ്രസ് നേതൃത്വത്തിന് അടക്കം നൽകിയത്. ഒപ്പമിരുന്ന് ഭക്ഷണം കഴിച്ചവരാണ് പിന്നീട് തനിക്കെതിരെ വോട്ട് ചെയ്തതെന്ന് അവിടുത്തെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കടക്കം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. വലിയ തരത്തിലുള്ള തിരിച്ചടി കോൺഗ്രസിന് ഹിമാചൽ പ്രദേശിൽ നിന്ന് ഏറ്റ ഒരു സാഹചര്യത്തിൽ കൂടിയാണിപ്പോൾ ഇന്ന് നിയമസഭാ സ്പീക്കർ കുൽദീപ് സിംഗ് പതാനിയ ഈ 6 പേരെയും അയോഗ്യരാക്കിയിരിക്കുന്നത്. ബി.ജെ.പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതിന് ശേഷം ഇവരെ ഹരിയാനയിലേക്ക് കൊണ്ടുപോകുന്നതടക്കമുള്ള CRPFൻ്റെ വാഹനത്തിൽ കൊണ്ടുപോയതടക്കമുള്ള വാർത്തകൾ വരികയും ചെയ്തിരുന്നു. വലിയ തരത്തിലുള്ള ഒരു അട്ടിമറിക്ക് ബി.ജെ.പി അവിടെ കളമൊരുക്കി. ഓപ്പറേഷൻ താമര ഹിമാചൽ പ്രദേശിൽ നടത്താനായിരുന്നു ബി.ജെ.പിയുടെ തീരുമാനം. അതിന് മുന്നോടിയായി തന്നെ ബജറ്റ് സമ്മേളനം നടത്താതിരിക്കാൻ പോലുമുള്ള ശ്രമങ്ങളാണ് അവിടെ നടന്നത്. പക്ഷേ ഇന്നലെ വളരെ വിജയകരമായി ബജറ്റ് പാസ്സാക്കി നിയമസഭ പിരിയുന്നൊരു സാഹചര്യം. അതിന് പിന്നാലെയാണിപ്പോൾ സ്പീക്കർ, ഹിമാചൽ പ്രദേശിലെ സ്പീക്കർ ഈ 6 പേരെ, അതായത് ബി.ജെ.പിക്ക് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി അനുകൂലമായി വോട്ട് ചെയ്ത 6 കോൺഗ്രസ് എം.എൽ.എമാരെ ഇപ്പോൾ അയോഗ്യരാക്കിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി CBC ജോസഫ് ചേരുന്നു. സിബി, ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നതാണ് ഇത് കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇത്തരത്തിൽ ഒരു ക്രോസ് വോട്ടിംഗ് നടത്തുമ്പോൾ അയോഗ്യരാക്കപ്പെടും എന്നുകൂടി അറിയാമായിരുന്നു. പക്ഷേ അങ്ങനെ വളരെ കൃത്യമായ ഒരു ധൈര്യത്തോടു കൂടി കൂറുമാറ്റ നിരോധന നിയമം ബാധകമല്ല എന്ന തരത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയത്. അവർ അന്ന് ഉന്നയിച്ചിരുന്ന വാദങ്ങൾ രാജ്യസഭാ വോട്ടെടുപ്പിൽ വിപ്പ് ബാധകമല്ല എന്നുള്ള വാദങ്ങൾ അടക്കം അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്താണ് ഇപ്പോൾ സ്പീക്കർ എടുത്ത നടപടിയെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത്? ഹിമാചൽ പ്രദേശിൽ ഏറ്റവും പുതുതായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടി. ഇന്നിപ്പോൾ രാവിലെ 11 മണിയോടെയാണ് നിയമസഭാ സ്പീക്കർ കുൽദീപ് സിംഗ് പതാനിയ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് കൂറുമാറിയ ഈ 6 കോൺഗ്രസ് എം.എൽ.എമാരെ ഇപ്പോൾ അയോഗ്യരായി സ്പീക്കർ പ്രഖ്യാപിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവരോട് ഇത്തരത്തിൽ അയോഗ്യരാക്കാതിരിക്കാൻ വേണ്ടിയുള്ള മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ കോൺഗ്രസ് എം.എൽ.എമാർ ആവശ്യപ്പെട്ടത് തങ്ങൾക്ക് 7 ദിവസമെങ്കിലും കൂടുതൽ വിവരങ്ങൾ നൽകാൻ വേണ്ടി ഒരു സാവകാശം വേണമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സ്പീക്കർ ഇക്കാര്യത്തിൻ്റെ അന്തിമ തീരുമാനമെടുക്കുകയായിരുന്നു. അതായത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണ് ഇവരെ ഇപ്പോൾ ഇത്തരത്തിൽ ഈ അയോഗ്യരാക്കിയിരിക്കുന്നത്. ഈ കോൺഗ്രസ് നൽകിയ ചീഫ് വിപ്പ് നൽകിയ വിപ്പ് ലംഘിച്ചുകൊണ്ട് ബി.ജെ.പിയിലേക്ക് മറുകണ്ഠം ചാടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഈ 6 എം.എൽ.എമാരെ ഇപ്പോൾ കോൺഗ്രസ് പുറത്താക്കിയിരിക്കുകയാണ്. ബി.ജെ.പിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, അവിടുത്തെ ഒരു അംഗസംഖ്യ എന്ന് പറയുന്നത് 68 സീറ്റിൽ 40 സീറ്റ് കോൺഗ്രസിനും 25 സീറ്റ് ബി.ജെ.പിക്കും 3 സ്വതന്ത്രന്മാരുമായിരുന്നു. ഇതിൽ ബി.ജെ.പി 3 സ്വതന്ത്രന്മാരെ ഉൾപ്പെടെ 28 പേരുടെ പിന്തുണയും കൂടാതെ 6 കോൺഗ്രസ് എം.എൽ.എമാരെ മറുകണ്ഠം ചാടിച്ച് 34 പേരുടെ പിന്തുണ തേടിയിരുന്നു. എന്തായാലും ഈ 6 പേർ കൂടി ഇത്തരത്തിൽ ഈ അയോഗ്യരാക്കപ്പെട്ടോടെ ഇനി ബി.ജെ.പി വീണ്ടും 28ലേക്ക് ചുരുങ്ങുകയാണ്. കോൺഗ്രസ് ആകട്ടെ 34 സീറ്റുമുണ്ട്. എന്തായാലും ഈ ഒരു തീരുമാനം ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിലെ ഈ പാളയത്തിനുള്ളിലെ ഒരു പട എന്ന് പറയുന്നത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അവിടെ 4 നിരീക്ഷകരെത്തി ഇപ്പോഴും വിമത എം.എൽ.എമാരുമായിട്ടും എല്ലാ നിലയും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ ഹിമാചൽ മുഖ്യമന്ത്രിയായ സുഖ്വീന്ദർ സിംഗ് ഇന്ന് ഒരു പ്രഭാത ഭക്ഷണം യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രഭാത ഭക്ഷണവുമായിട്ട് ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ യോഗത്തിലേക്ക് 34 എം.എൽ.എമാരിൽ 31 എം.എൽ.എമാരും എത്തിയിട്ടുണ്ട്. ഇനിയും 3 കോൺഗ്രസ് മന്ത്രിസഭയിലുണ്ടായിരുന്ന വിക്രമാദിത്യ സിംഗ് രാജിവെച്ചതായ വാർത്തകൾ വന്നിരുന്നു. പിന്നീട് രാജിവെച്ചില്ല. ആ വാർത്ത തെറ്റായിരുന്നു വിക്രമാദിത്യ സിംഗ് പറയുകയും ചെയ്തു. ഏതായാലും ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. ഒന്ന്, ഈ ഇത്തരത്തിലുള്ള ക്രോസ് വോട്ടിംഗ് നടത്തിയെന്നുള്ളത് കൂടാതെ സുഖേന്ദർ സിംഗ് സുഖുവിനെ മാറ്റണമെന്നതടക്കമുള്ള നിലപാടുമായി വലിയൊരു വിഭാഗം എം.എൽ.എമാർ രംഗത്ത് വരികയും ചെയ്യുന്നു. വലിയ സുഖകരമല്ല കോൺഗ്രസിന് ഹിമാചൽ പ്രദേശിലെ കാര്യങ്ങൾ. തീർച്ചയായും സിജു, ഇന്നലെ ബി.ജെ.പി ഒരു അട്ടിമറി ശ്രമം നടത്തുന്നത് മാത്രമല്ല, അവിടെ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തരമായ കലഹം രൂക്ഷമായി എന്നുള്ളതാണ് കോൺഗ്രസിനെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നൊരു ആവശ്യമാണ് വിമത എം.എൽ.എമാർ, ഏകദേശം 26ഓളം വിമത എം.എൽ.എമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള രംഗത്തെത്തി. മാത്രമല്ല, നേരത്തെ തന്നെ ഹിമാചലിലെ മുഖ്യമന്ത്രിയായി സുഖ്വീന്ദർ സിംഗിനെ തീരുമാനിക്കുമ്പോൾ തന്നെ അവിടെ ഇപ്പോഴത്തെ പി സി സി അധ്യക്ഷയായ പ്രതിഭ സിംഗിന്റെ നേതൃത്വത്തിലെല്ലാം നിലയും വലിയ വിമത നീക്കം
അന്ന് തന്നെ നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് ഹൈക്കമാൻഡ് സുഖ്വീന്ദർ സിംഗിനെ തന്നെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു BJPയുടെ അട്ടിമറി ശ്രമം നടക്കുമ്പോൾ അതോടൊപ്പം അത് മുതലെടുത്തുകൊണ്ട് വിവിധ MLA-മാർ വീണ്ടും ഈ കലഹം രൂക്ഷമാക്കുകയായിരുന്നു. അതായിരുന്നു വലിയ പ്രതിസന്ധി കോൺഗ്രസിനുള്ളിൽ ഉണ്ടായത്. പിന്നീട് ഈ പ്രതിഭ സിംഗിൻ്റെ മകൻ കൂടിയായ മുൻ മുഖ്യമന്ത്രിയുടെ മകൻ കൂടിയായ വിക്രമാദിത്യ മന്ത്രിസ്ഥാനം രാജിവെച്ചു എന്നുള്ള വാർത്തകൾ പുറത്തുവന്നു. അദ്ദേഹം തന്നെ പിന്നീട് ആദ്യം മാധ്യമോട് ഈ കാര്യം പറഞ്ഞു, വളരെ വൈകാരികമായി താൻ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞു താൻ ആ രാജി സ്വീകരിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതിനുശേഷമാണ് AICC നിരീക്ഷകർ അവിടെ എത്തുകയും ശരി, CBC ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയാണ് കാത്തിരിക്കുന്നത് നിലവിൽ. എന്നാലും ഇപ്പോൾ സ്പീക്കർ കഴിഞ്ഞ ദിവസം BJP MLA-ക്ക് BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത 6 MLA-മാരെ അയോഗ്യരാക്കിയിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങളാണ് CBC ജോസഫ് നൽകിയത്.